ചെന്ന സമയത്തെ ഫസ്റ്റ് അറസ്റ്റ് ചെയ്ത സമയത്ത് പുള്ളിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? ആ ഒരു സിറ്റുവേഷൻ ഷോക്ക്ഡ് ആയി പോയെന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഷോക്ക്ഡ് ആയി പോയി. കാരണം അയാൾ പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചില്ല. വലിയ നിലയിൽ വലിയ വീടൊക്കെ വെച്ച് നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ വലിയ ആളായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അയാളുടെ വീട് കണ്ടല്ലോ, വലിയൊരു വീടാണ്, വലിയ സൗകര്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അയാൾ വലിയ ആളായിട്ട്. കാരണം ഭാര്യ പുറത്താണ്, വലിയ ജോലിയുണ്ട്. അയാൾ ആക്ച്വലി ഞെട്ടിപ്പോയി. അയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും എന്നെ പിടിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ടീം ഈ പരിസരത്തെല്ലാം കറങ്ങുന്നുണ്ട്. അപ്പൊ പ്രതി സ്വാഭാവികമായിട്ട് കണ്ടിട്ടുണ്ട്. പ്രതിയുടെ വീട്ടിൽ നിന്ന് കുടുംബസമ്മേളനം നടന്നിരുന്നു പറഞ്ഞു. അയാളുടെ വീട്ടിൽ കുടുംബസമ്മേളനം ഉണ്ടായിരുന്നു. അയാള് പിന്നെ പത്രത്തിലല്ല, അയാൾ പറയുന്നത് ഫോണിൽ അയാള് വാർത്ത കണ്ടു. അയാളുടെ ഫോണിൽ തന്നെ അയാൾ ഈ എല്ലാ ചാനൽ വാർത്തകളും അയാൾ കണ്ടതായിട്ട് അയാൾ പറയുന്നത്. അപ്പം അപ്പോഴും അയാളുടെ ധാരണ അയാളെ പിടിക്കില്ല എന്നുള്ളതാണ് അയാളുടെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ അയാൾ നിൽക്കത്തില്ല. അയാൾ വളരെ പ്ലാൻ ചെയ്തതാണ്. പിടിക്കപ്പെടത്തില്ല. കാരണം ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വഴി അയാൾ കൊടുത്തിട്ടില്ല. വണ്ടിക്ക് ഐഡന്റിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. സാധാരണ പിടിക്കുന്നത് വണ്ടി ഐഡന്റിഫിക്കേഷനും ആൾ ഐഡന്റിഫിക്കേഷനുമാണ്. അതിനാണ് ഈ ഡബിൾ ഗാർഡ് എടുത്തത്. അതായത് അയാൾ നോക്കുക, ഇതിൽ എവിടെങ്കിലും അയാൾ ആ ഹെൽമെറ്റ് ഊരിയിട്ടില്ല. ഡ്രസ്സ് മാറുന്ന സ്ഥലത്ത് ഹെൽമെറ്റ് ഊരിയിട്ടില്ല. അയാൾ മിറർ റിമൂവ് ചെയ്ത സമയത്ത് അയാൾ ഹെൽമെറ്റ് ഊരിയിട്ടില്ല. ഒരിടത്തും ഇത് പോലീസിന്റെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു പ്രൊഫഷണലിസം ഉണ്ട്. ഇതിലെ ഏറ്റവും വെല്ലുവിളി എന്തായിരുന്നു ഈ കേസിൽ, വിചിത്രമായ കേസിൽ? പോലും സീനിയർ ഓഫീസർ DIG സാർ ഇന്ന് തൃശ്ശൂർ വന്നു. ഞങ്ങൾ എല്ലാവരും സീനിയർ ഓഫീസേഴ്സ് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത്. എപ്പോഴാണ് ഇങ്ങനെയൊക്കെ എത്തിയത്? ഏത് സമയത്താണ് ഇയാളാണെന്ന് ഐഡന്റിഫൈ? ഞങ്ങൾ ഇന്ന് മാത്രമാണ് നിങ്ങളെല്ലാം വിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ കറക്റ്റ് ട്രാക്കാണ്. കാരണം ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ടായിരുന്നു പിടിക്കാൻ പറ്റും. 100% ഉറപ്പുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ ആ രീതിയിലുള്ള വർക്കാണ് ചെയ്തത്. പിന്നെ ഇതേ സമയം ഞാൻ ബാങ്കിൽ പോയി. ഞങ്ങളുടെ ടീം ബാങ്കിൽ പോയി. അപ്പോൾ ഞങ്ങൾ എല്ലാ തരത്തിലും വർക്ക് ചെയ്തു. കാരണം ബാങ്കിൽ വരാൻ സാധ്യതയുള്ള സ്റ്റാഫ്, ബാങ്കിൽ ഞങ്ങളുടെ കാൽക്കുലേഷൻ എല്ലാം കറക്റ്റാണ്. ഇയാൾ 3 ദിവസം മുമ്പ് ബാങ്കിൽ വന്നു. ഞങ്ങൾ 3-4 ദിവസം മുമ്പ് ഇയാൾ ബാങ്കിൽ വന്നത് ഇതെല്ലാം കാണാൻ വേണ്ടി. ഒരു ATM കാർഡുമായിട്ട് ATM കാർഡിൽ വർക്ക് ചെയ്യാത്ത ATM കാർഡ് കൊണ്ട് ഇട്ടിട്ട് അത് കേടാന്ന് പറഞ്ഞ് ഇയാൾ അകത്ത് കയറി. അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ എക്സ്പയറി ആയ ATM കാർഡുമായിട്ട് അയാൾ വന്നിട്ട്, അപ്പൊ ഞങ്ങൾക്കറിയാം, കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം ഇയാൾ ഉറപ്പായിട്ട് നേരത്തെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ചെയ്തത് ആ ബാങ്കിലെ ലാസ്റ്റ് 15 വർഷത്തെ അവരുടെ ഫുട്ടേജ് ഉണ്ട്. അവരുടെ CCTV ഫുട്ടേജ് ഞങ്ങൾ എടുത്ത് പരിശോധിച്ചു. അപ്പൊ അതൊക്കെ ഞങ്ങളുടെ ചില തുമ്പുകളാണ്. അത് ഞാൻ പറഞ്ഞില്ല, ചില കാര്യങ്ങൾ ഞങ്ങളിപ്പോ പറയുന്നില്ല. എത്ര ബാധ്യതയുണ്ട്? മൊത്തം ഇയാൾക്ക് എത്ര ബാധ്യതയുണ്ട്? ബാധ്യത ഒരുപാടുണ്ട്. അയാൾ പലത് പറയുന്നു. അതൊക്കെ ഇനി വെരിഫൈ ചെയ്യണം.